സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ രണ്ട് വിത്ത് കഴിഞ്ഞ തവണ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മര്യാദയ്ക്ക് കട്ടെടുത്തോണ്ട് പോയി ആ സ്വർണ്ണം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കടോ എന്ന് പറയുന്ന ശബ്ദമുയർന്നേന്. ഒരു സംശയമായി ചോദിക്കുകയാണ്, ഈ അയോധ്യയിലെ വൻ കൊള്ള നടന്നല്ലോ, സ്വർണ്ണക്കൊള്ള, അതിൽ രാഹുൽ ഗാന്ധി ഇതുവരെ എന്തെങ്കിലും മിണ്ടിയോ? രാഹുൽ ഗാന്ധി മിണ്ടിയില്ലാന്ന് തോന്നുന്നു. ഇവിടെ വന്ന് സ്വർണ്ണം കട്ടവൻ ആരപ്പ എന്ന് മുറി മലയാളത്തിൽ അദ്ദേഹം പാടിയതാണ്. എന്നിട്ട് അയോധ്യയിൽ ആരാ കട്ടതെന്ന് ഇതുവരെ ചോദിച്ചു. രാഹുൽ ഗാന്ധിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവസരവാദിയാണെന്നെങ്കിലും കൂട്ടാം. പക്ഷെ സുരേഷ് ഗോപിയെ കാണാനില്ല. ഈ അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് പറയേണ്ടതായിട്ടുണ്ടോ? ബാബരി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ടതായിട്ടുണ്ടോ? ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് മുസൽമാന്മാരെ തെരുവീതികളിൽ വലിച്ചിഴച്ച് പീഡിപ്പിക്കുകയും കൊലപാതകവും ചെയ്ത ആ കഥ ഞാൻ ഓർമ്മിപ്പിക്കണോ? സമാധാനത്തോടു കൂടിയിട്ട് പാവപ്പെട്ട മുസൽമാന്മാര് നിസ്കരിച്ചു പോയിരുന്ന ആ പള്ളി തകർത്തതിന്റെ മുകളിൽ അമ്പലമാണെന്ന് പറഞ്ഞ അമ്പലമുണ്ടാക്കിയ ആ കഥ ഞാൻ പറയേണ്ടതായിട്ടുണ്ടോ? ആ കറുത്ത ദിനങ്ങളെ കുറിച്ച് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? ബാബരി മസ്ജിദ് തകർക്കുകയും അതിനെതിരെ സുപ്രീം കോടതി അവർക്ക് അനുകൂലമായ ഒരു വിധി വരികയും ബാബരി മസ്ജിദ് തൊട്ടപ്പുറത്ത് നിങ്ങൾ പണിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞൊരു വിധി വരികയും അവർക്ക് ആ പള്ളി ഉണ്ടാക്കാൻ അടിത്തറ പാകുന്ന ഒരു കല്ല് പോലും ഇടാൻ സമ്മതിക്കാത്ത ഒരു ഭരണകൂടത്തെ കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ അവരുണ്ടാക്കിയെടുത്ത ആ ഒരു ക്ഷേത്രമുണ്ടല്ലോ, ആ പവിത്രമായ ക്ഷേത്രം എന്ന് അവരവകാശപ്പെടുന്ന ആ ക്ഷേത്രം, ശ്രീരാമൻ ഉണ്ടാക്കി കൊടുത്ത ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് സ്വർണവും വെള്ളിയും പണവുമായിട്ട് കട്ടുകൊണ്ടുപോയത്. ഇല്ലാത്ത കഥകളും ഇല്ലാ പ്രചരണങ്ങളും നടത്താൻ ഇവിടെ BJPക്കും കോൺഗ്രസിനും ഒരു പഞ്ഞവുമില്ല. പക്ഷേ സുരേഷ് ഗോപി മിണ്ടുന്നില്ല. കാരണം മിണ്ടിയ പ്രശ്നമാണ്. കോടതികൾ പറയാണ് അത്ര തിടുക്കം പിടിച്ചുകൊണ്ടൊന്നും ഈ കേസ് അന്വേഷിക്കേണ്ടതായിട്ടില്ല, അത് പതുക്കെ ചെയ്താൽ മതി എന്നുള്ളത്. അങ്ങനെ പതുക്കെ ചെയ്യാനുള്ളതല്ല ബഹുമാനപ്പെട്ട കോടതികളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഖജനാവിൽ നിന്നും ഈ രാജ്യത്ത് ഓരോ മനുഷ്യന്മാരുടെയും നികുതി പണമെടുത്ത് 6,000 കോടിയുടെ മുകളിലാണ് ആ അമ്പലം ഉണ്ടാക്കാൻ വേണ്ടി ഖജനാവിൽ നിന്നും നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ പണം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ക്ഷേത്രം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാബരി മസ്ജിദ് തകർത്ത് അവിടെ പൂജാരിയായിട്ട് ആദ്യമായിട്ട് ഒരു പൂജാരിയെ വെച്ചപ്പോ ആ പൂജാരി പറഞ്ഞൊരു വാക്കുണ്ട്, അയാളും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വിഗ്രഹം അത് സ്വയംഭൂവായി വന്നതൊന്നല്ല, അത് ഇവർ കൊണ്ടുവച്ചതാണ് എന്നുള്ളത്. അത് ഞങ്ങൾ കൊണ്ടുവച്ചതാണെന്ന് പറയുന്ന 2 നമ്പൂതിരിമാരുടെ വീഡിയോയും നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ചരിത്രത്തിലേക്കൊന്നും വീണ്ടും കൂപ്പുകുത്തുന്നില്ല. പകരം ഒന്നേ പറയാനുള്ളൂ, ആ ക്ഷേത്രത്തിൽ നിന്നും കട്ടുകൊണ്ടുപോയ പണത്തിനും സ്വർണത്തിനും ഒരു കുഴപ്പവുമില്ലേ എന്നുള്ളതാണ് BJPക്കാരോടും കോൺഗ്രസ്സുകാരോടും എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി വാർത്ത ഇന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാനൊന്ന് അറിയിക്കാം. SIT അന്വേഷണത്തിൽ അയോധ്യയിൽ നിന്നും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ തന്നെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അതിൻ്റെ കേരളത്തിലെ സംഘടനകളുടെ പേര് പോലും ക്ഷേത്ര സംരക്ഷണ സമിതി എന്നൊക്കെയാണ്. അപ്പോൾ അയോധ്യയിൽ VHPയുടെ സ്വാധീനത്തിലുള്ള നിയന്ത്രണത്തിലുള്ള ക്ഷേത്രത്തിലാണ് ഇത്ര വലിയ കൊള്ളയുടെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിൽ മണ്ണ് കൊള്ളയടിച്ചു, സ്ഥലം വിൽപ്പനയിൽ തിരിമറി നടന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അയോധ്യയിൽ രാമന്റെ പൊന്നു കൊള്ളയടിച്ചു, കാണിക്ക വഞ്ചിയിൽ കൈവിട്ടു. അങ്ങനെ ശ്രീരാമനെ കൊള്ളയടിച്ചതിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയിൽ മുഖ്യ യജമാനനായി പങ്കെടുത്തത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ അമ്പലക്കൊള്ളയിൽ ഇതുവരെ പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. മിണ്ടാൻ കഴിയില്ല. കാരണം അവർക്ക് പണിയെടുക്കാനുള്ള ഫണ്ട് തന്നെയാകാം കട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക. CCTV ക്യാമറ ഫൂട്ടേജുകൾ പോലും പലപ്പോഴും പുറത്തു വരാറുണ്ട്. അമ്പലത്തിൽ നിന്നും പൂജാരിമാര് പണം കട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പരിപാടി, ഒരു വലിയ കലാപരിപാടിയാണ് കേട്ടോ. എടപ്പാൾ ഓട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആചാര സംരക്ഷണത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എടപ്പാൾ അങ്ങാടിയിൽ ഒരു കൂട്ടം BJP പ്രവർത്തകര് ദണ്ടുമായി വന്നപ്പോ, 6 അടി നീളമുള്ള കുറുവടിയുമായി വന്നപ്പോ നെഞ്ചും വിരിച്ച് സഖാക്കന്മാർ അവരെ ചവിട്ടി ഓടിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ കൂട്ടത്തിൽ ഞാനും ഒരു സഖാവായിരുന്നു. ഈ നാട്ടിലൊരു DYFIയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഇന്ന് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിക്കുന്നില്ല. എനിക്ക് സ്വതന്ത്രമായി നിൽക്കുക തന്നെ വേണം. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലവും ഉണ്ട് എന്നുള്ളതാണ്. അതങ്ങനെ, അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതാണ് പറഞ്ഞത്, ആചാര സംരക്ഷണത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടെന്ന് എടപ്പാളങ്ങാടിയിൽ ബഹളം വെച്ച ആ BJPക്കാരൊന്നും അയോധ്യയിൽ നിന്നും ഇത്രമാത്രം സമ്പത്ത് കട്ടുകൊണ്ടുപോയ ആളുകളെ കുറിച്ച് ഖമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. അവസരവാദികളാവരുത് നിങ്ങൾ. കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ രാഷ്ട്രീയത്തിൽ അധികാരം പിടിച്ച് കയറാമെന്നുള്ള വ്യാമോഹം കൊണ്ട് ഊളത്തരം കാണിച്ച നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? നിങ്ങൾ യഥാർത്ഥ ഹിന്ദുക്കളല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. യഥാർത്ഥ ഹിന്ദുക്കൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. അതെല്ലാം പരബ്രഹ്മത്തിലാണ് അലിഞ്ഞു ചേരുന്നത്. അഹം ബ്രഹ്മാസ്മി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഏകദൈവത്തെ കുറിച്ച് തന്നെയാണ് ഹൈന്ദവരും പഠിക്കുന്നത്.
പക്ഷെ നിങ്ങൾ ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി നടക്കുന്നില്ലേ? നിങ്ങൾ സത്യത്തിൽ ഹിന്ദുവിനെ ഉണർത്താനല്ല നടക്കുന്നത്, നിങ്ങൾ BJPയിൽ ആളുകളെ ചേർക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിലൊന്നും മിണ്ടാത്തത്. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് BJPയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കണ്ടേ? കാണാം. भगवान के पास है गोल्ड की चोरी, सोने की चोरी। मैं एक बात स्पष्ट कहना चाहता हूं, यहां बीजेपी सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी, और ये मोदी की गारंटी है. രാജ്യം മുഴുവൻ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഭഗവാൻ അയ്യപ്പനോട് ഈ രാജ്യം മുഴുവൻ അഗാധമായ ഭക്തിയും വിശ്വാസവുമാണുള്ളത്. എന്നാൽ ശബരിമലയുടെ മഹത്തായ പാരമ്പര്യത്തെ, വിശ്വാസത്തെ തകർക്കാൻ കിട്ടിയ ഓരോ അവസരവും പാഴാക്കാത്തവരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന കേരള സർക്കാർ. ഇപ്പോൾ ശബരിമലയിൽ നിന്നും സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തുവരിക. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സർക്കാർ ഉണ്ടാകും. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായാൽ മുഴുവൻ ആരോപണങ്ങളെ കുറിച്ച് നാം അന്വേഷണം നടത്തും. ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ വാസന മുതൽ ജയിലിലാകുമെന്ന കാര്യവും ഞാൻ ഉറപ്പു പറയുകയാണ്. ഇതാണ് മോദിയുടെ കേട്ടില്ലേ? കമായി എന്നൊരക്ഷരം ഇപ്പൊ അയോധ്യയെ കുറിച്ച് മിണ്ടുന്നില്ല, വായ മൂടി കെട്ടി നിൽക്കുന്നു. ഇതേ മനോഭാവം തന്നെയാണ് രാഹുൽ ഗാന്ധിയും എടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ഇരട്ടത്താപ്പ് ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കുക. ഇവര് രണ്ടുപേരും ഒരു കോയിന്റെ ഇരുവശങ്ങളാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നറിയോ? ഇവര് ഒരേപോലെ തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ബോണ്ടാണ് അമേരിക്കൻ കമ്പനികളിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്, കുത്തക മുതലാളിമാരുടെ കൈകളിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. രണ്ടുപേർക്കും ഇതിൽ പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ് ഇതിൽ ഒരു രൂപ പോലും ബോണ്ട് വാങ്ങാത്തത്. സുപ്രീം കോടതിയിൽ ഇന്നും കേസുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. ഇനി കേരളത്തിലെ കുറച്ച് BJPക്കാര് ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു സമരം, ഒരു പ്രഹസനം ഒന്ന് കാണാം. കൊല്ലത്ത് നിന്ന് അരുൺ രാജ് ഒരിക്കൽ കൂടി. അരുൺ, കൊല്ലത്താണോ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുന്ന പ്രവർത്തകരെ കാണാൻ കഴിയുന്നത്? മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധം. കൊല്ലത്താണ് BJP പ്രവർത്തകർ ഇപ്പോൾ ഈ പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് കളക്ടറേറ്റിനുള്ളിലേക്ക് കടന്നത്. കളക്ടറേറ്റിനുള്ളിൽ കടന്ന പ്രവർത്തകർ ഇപ്പോൾ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരാണ് ഈ കളക്ടറേറ്റ് മതിൽ പൂർണ്ണമായും ചാടിക്കടന്ന് ഇപ്പോൾ ഉള്ളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആവശ്യമായ പോലീസ് വിന്യാസം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം BJP ഒരു തരത്തിലും ഇത്തരമൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് കരുതിയിരുന്നില്ല. പക്ഷേ പോലീസിന്റെ എല്ലാ സ്കീമുകളും ലംഘിച്ചാണ്, പോലീസിന്റെ എല്ലാ ഈ പരിധികൾ ലംഘിച്ചാണ് ഈ BJP പ്രവർത്തകർ ഞൊടിയിടയ്ക്കുള്ളിൽ ഈ ബാരിക്കേഡ് ഭേദിച്ച് കളക്ടറേറ്റിനുള്ളിലേക്ക് കടന്നത്. ഇപ്പോൾ ഈ കളക്ടറേറ്റിനുള്ളിൽ കടന്ന പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ഈ ഭാഗത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ചത്തന്നൂർ ACP അടക്കമുള്ളവർ ഇപ്പോൾ ഈ കളക്ടറേറ്റിനുള്ളിലേക്ക് കടന്ന് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കൂടുതൽ രീതിയിൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചെറുത്തുനിൽപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം പോലീസിന്റെ എണ്ണത്തിൽ കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡ് ഭേദിച്ച് ഉള്ളിലേക്ക് കടന്നു. അത് നേരത്തെ സ്പെഷ്യൽ അടക്കം റിപ്പോർട്ടുകൾ പ്രകാരം സമാധാനപരമായി സമരം അവസാനിക്കുമെന്നായിരുന്നു. പക്ഷെ അത്തരത്തിൽ അവസാനിക്കുന്ന ഒരു ഘട്ടമല്ല. ഇപ്പോഴും ഈ പ്രവർത്തകർ RSS മുലയൂട്ടി വളർത്തിയ BJP എന്ന പ്രസ്ഥാനം ഞങ്ങളിതാ കരങ്ങൾ ചുരുട്ടിപ്പിടിച്ച് തൂക്കി ചുവന്ന കരങ്ങളോടെ, അർത്ഥറിയില്ലേ? കള്ളനെ പൊക്കി. അവിടെ ആരാടെ കട്ടത്? നിങ്ങൾക്ക് വല്ല പിടിയുണ്ടാ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്. ചങ്കൂറ്റമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ നിങ്ങൾ അതിലെ സംസാരിക്കി, അതിനെതിരെ ശബ്ദിക്കി. ഇവിടെ നിങ്ങൾ കേരളത്തിൽ കിടന്ന് കണകുണ എന്ന് പറയുന്നില്ലേ? അവിടെ നിങ്ങൾ കാണിക്കത്. കേരളത്തിലെങ്കിലും ഒരു കൊടിയെങ്കിലും പിടിച്ചുകൊണ്ട് ഒരൊറ്റ BJPക്കാരനെങ്കിലും ഒരു RSSകാരനെങ്കിലും ഇതിനെതിരെ ശബ്ദമുയർത്താനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് ഡപ്പാൾ ടൗണിൽ ഒരു പ്രഹസനം നടത്തിയില്ലേ? നട്ടലുള്ള ഒരു BJPക്കാരനെങ്കിലും ഈ അയോധ്യയിൽ നടന്ന കളവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്? ഒരൊറ്റയാളെങ്കിലും നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ഞാൻ രാഷ്ട്രീയ സ്വയം സേവകനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. നട്ടല്ലില്ല, പണയം വെച്ചു. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. പറയേണ്ടതൊക്കെ പറഞ്ഞു എന്ന് കരുതുന്നു. പറയാൻ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഡപ്പാൾ സൈനിങ് ഓഫ്.